ഇത് മാസ് മോട്ടോഴ്സിതാണ്. ഹോണ്ട ആക്റ്റീവ, പഴയ മോഡൽ ആക്റ്റീവയാണ്. സെൽഫിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് മോട്ടോർ വർക്ക് ചെയ്യുന്ന സൗണ്ട് മാത്രമേ കേൾക്കുന്നുണ്ടായുള്ളൂ, സെൽഫ് എടുക്കുന്നുണ്ടായില്ല. അതിൻ്റെ കംപ്ലൈൻറ്റ് ഇതാണ് കേട്ടോ. മെയിനായിട്ട് അതിൻ്റെ ബെൻഡെക്സ് പോയതാണ്. ബെൻഡെക്സിൻ്റെ ഇത് സ്പ്രിങ് ഒക്കെ പൊട്ടി പുറത്തേക്ക് വന്നു. അപ്പോൾ ബെൻഡെക്സ് പ്രോപ്പറായിട്ട് വർക്കാവാത്തതാണ് സെൽഫ് എടുക്കാനുണ്ടായ കംപ്ലൈൻറ്റ് കേട്ടോ. സെൽഫ് എടുക്കാത്തതിൻ്റെ കാരണം നമുക്കതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പൊട്ടി പോകുന്നതാണ് കേട്ടോ. നമുക്കതിന് വന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 867 രൂപ നമുക്ക് ഐറ്റത്തിന് വില ഉണ്ട്. 867 രൂപ വന്നുണ്ട് കേട്ടോ നമുക്ക്. അതേപോലെ തന്നെ ഞാൻ വണ്ടി കയറ്റിയപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഓയിലൊന്ന് ചെക്ക് ചെയ്തിരുന്നു. കാരണം സാധാരണ വരുമ്പോൾ അതിനകത്ത് ഓയിൽ ലെവൽ കാണാറില്ല. ഇതേപോലെ ഓയിൽ ലെവൽ അയച്ചു നോക്കുമ്പോൾ ഇതിനകത്തൊന്നും കണ്ടില്ല. അപ്പോൾ അതാണ് ഞാൻ ഓയിലൊന്ന് ഊറ്റി നോക്കിയതാണ്. നമുക്ക് ആകെക്കൂടി ഇതിനകത്ത് 400 മില്ലി ഓയിലുള്ളൂ, പകുതി ഓയിലുള്ളൂ. 400 മില്ലിയും കൂടി വേണം ശരിക്കും. ഈ ഓയിലാണെങ്കിൽ നല്ല രീതിയിൽ കറുത്ത് കിടക്കണേ, മാറ്റേണ്ട ടൈമാണ് ശരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓയിൽ മാറ്റേണ്ടതാണെങ്കിൽ കൂട്ടത്തിൽ കൂടെ ഓയിൽ കൂടി മാറ്റി തരാം. കാരണം ഇനി നിങ്ങൾക്ക് നല്ല തിരക്കുള്ള സമയമാണ്, നല്ല രീതിയിൽ ഓട്ടം ഉണ്ടാവും. ശ്രദ്ധിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ എൻജിൻ പിടിച്ച് നിൽക്കുന്നൊരു സിറ്റുവേഷനിലേക്ക് വരും. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം, എൻജിൻ ഓയിൽ എന്താ ചെയ്യേണ്ടത്, ഓയിൽ മാറ്റണമെന്നുള്ള ദിവസം നോക്കിയിട്ടൊന്ന് പറയാം. അപ്പോൾ ബെൻഡെക്സും എൻജിൻ ഓയിലും കൂടി വരുമ്പോൾ എത്ര വരുമെന്ന് നോക്കിയിട്ട് ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം. എൻജിൻ ഓയിലിൻ്റെ കേസ് നിങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ. കാരണം കഴിഞ്ഞാൽ മാറ്റാൻ പറഞ്ഞാലേ മാറ്റുള്ളൂ. ഞാൻ അതിൻ്റെ ലെവൽ ടോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ആ രീതിയിലേക്ക് നമുക്ക് ചെയ്യാം. ഓക്കെ, നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി, അതനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ.